മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമച്ചന്റെ വീട്ടിലുള്ള ബബിതയെ കൂട്ടുവാൻ ശിവശങ്കരൻ കാറുമായി വരികയാണ്. എന്നാൽ ശിവശങ്കരനോട് ഞാൻ വരില്ല എന്ന് ബബിത പറഞ്ഞു. എന്നാൽ അത് നിന്റെ അമ്മയോട് നേരിട്ട് പറഞ്ഞു എന്ന് ശിവശങ്കരൻ പറഞ്ഞു. അത് കേട്ട ഗ്രേസമ്മ കാറിനടുത്തേക്ക് പോയി വൈജയന്തിയെ കൈയോടെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വീട്ടിനകത്തെത്തിയ വൈജയന്തി സ്റ്റാൻലിയെ കണ്ടുമുട്ടുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പതിറ്റാണ്ടുകളായി മനസ്സിന്റെ ശവക്കല്ലറകളിൽ നിഗൂഹനം ചെയ്തിരുന്ന വേദനകളെയും സ്നേഹവൈര്യങ്ങളെയും ആനന്ദാതിഭൂതികളെയും വീണ്ടും ഉജ്ജ്വലമായി പ്രകാശിപ്പിച്ചുകൊണ്ട് ഓർമ്മകളുടെ ഒരിടിമിന്നൽ. ഹോട്ടലിൽ വെച്ചുണ്ടായ കൂടിക്കാഴ്ച ഒരു ഞടുക്കം മാത്രമായിരുന്നു. മരിച്ചുപോയ ഒരാളെ പട്ടാപ്പകൽ നടുറോഡിൽ വെച്ച് കണ്ടാൽ എന്ന പോലെ. ഇപ്പോൾ പോയ കാലങ്ങളുടെ സൂര്യവെളിച്ചമേറ്റ് വൈജയന്തിക്ക് കണ്ണഞ്ചി. എന്താ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കയറി വന്നിരിക്കൂ. ഗ്രേസമ്മ വിളിച്ചപ്പോൾ വൈജയന്തി വല്ലാതെ പതറി. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത നാടകമാണോ? ഇവിടെ അവഹേളിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും പോകുന്ന കഥാപാത്രമാണോ താൻ? ഇതിന്റെ എല്ലാം പിന്നിൽ ദുർമന്ത്രവാദിക്ക് സമനായ ഏതോ കുശാഗ്ര ബുദ്ധിയുടെ ഗൂഢാലോചനയില്ലേ? സംശയത്തോടെയാണ് വൈജയന്തി ഗ്രേസമ്മ ചൂണ്ടിക്കാട്ടിയ സോഫയിൽ ഇരുന്നത്. ശിവശങ്കര മേനോനും മാമച്ചനും കൂടി ഒന്നിച്ച് ഹാളിലേക്ക് കയറി വന്നു. ശിവശങ്കരന് ആദ്യത്തെ കാഴ്ചയിൽ സ്റ്റാൻലിയെ മനസ്സിലായില്ല. അയാൾ ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ. സ്റ്റാൻലിയും ഒരു പ്രാവശ്യം മാത്രമേ ശിവശങ്കരനെ കണ്ടിട്ടുള്ളൂ. എങ്കിലും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. 23 വർഷം മുൻപേ ജയന്തിയെ തേടി സ്റ്റാൻലി കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലെത്തിയപ്പോൾ അധിക്ഷേപിച്ച് തിരിച്ചയക്കാൻ കുഞ്ഞിരാമൻ മേനോനോടൊപ്പം തിളച്ചു നിന്നത് ശിവശങ്കരനായിരുന്നു. വൈജയന്തി ഇരുന്ന സോഫയിൽ തന്നെ ശിവശങ്കരനും ഇരുന്നു. കുടിക്കാൻ എന്താ വേണ്ടത്? ചായ, കോഫി? രേവതിക്കുട്ടി രണ്ടുപേരും മാറി മാറി നോക്കി. ഒന്നും വേണ്ട, വൈജയന്തി പറഞ്ഞു. അത് പറ്റില്ല. ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ആരെയും ഞങ്ങൾ വിടാറില്ല, രേവതിക്കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയ്ക്ക് ചായ മധുരം കുറച്ച്, അങ്കിളിന് കോഫിക്ക് മധുരം വേണ്ട, ബബിത പറഞ്ഞു. ഓക്കെ, ഇതാ റെഡി. രേവതിക്കുട്ടി കിച്ചണിലേക്ക് ഓടി. വൈജയന്തി ഇരുന്ന് ഞെരുവിരി കൊള്ളുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. സ്റ്റാൻലി ഇവിടെ ഉണ്ടാകുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ആരെയും അഭിമുഖീകരിക്കേണ്ടി വരരുത് എന്ന് കരുതിയാണ് ശിവേട്ടനെ വീട്ടിലേക്ക് കയറ്റിവിട്ടത്. ശിവേട്ടൻ പോലും ഒരു മുന്നറിയിപ്പ് തന്നില്ല. തന്നിരുന്നെങ്കിൽ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കില്ലായിരുന്നു. സ്റ്റാൻലി 2 ദിവസമായി ഇവിടെ തന്നെ ഉണ്ടോ? ബബിതയും സ്റ്റാൻലിയും തമ്മിൽ കൂടുതൽ സംസാരിക്കാനും അടുക്കാനും അവസരം കിട്ടിയിട്ടുണ്ടോ? പാലാ സ്വദേശിയാണ് താനെന്നും കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിലെ വൈജയന്തിയാണ് തന്റെ അമ്മയെന്നും ബബിത സ്റ്റാൻലിയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ സ്റ്റാൻലി വൈജയന്തി താൻ അറിയുമല്ലോ, ഞങ്ങൾ ആഗ്രയിൽ ഒന്നിച്ചായിരുന്നല്ലോ എന്ന് വെളിപ്പെടുത്തിയിരിക്കുമോ? സ്വന്തം മകളുടെ മുന്നിൽ ചെറുതാകുന്നിടത്തോളം വലിയ അപമാനം വേറെയില്ലെന്ന് വൈജയന്തി പാരവശത്തോടെ ഓർത്തു. സ്റ്റാൻലിക്ക് വേണമെങ്കിൽ ഇപ്പോൾ താഴേക്കിറങ്ങി വരാം. തന്റെ മുന്നിൽ വന്നു നിന്ന് പറയാം, ആരിത്? വൈജയന്തിയോ? ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. മാമച്ചനും ഗ്രേസമ്മയ്ക്കും അറിയുമോ ഇതാരാണെന്ന്? ഞങ്ങൾ ആഗ്രയിൽ വെച്ച് പ്രേമിച്ചിട്ടുണ്ട്, ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. അന്ന് ഗർഭിണിയായിരുന്നു. ബൈ ദ ബൈ, ആ കുട്ടിയുടെ വൈജയന്തി? എന്തായാലും പ്രസവിച്ചിട്ടുണ്ടാകുമല്ലോ. എല്ലാവരും അന്താളിച്ച് തന്റെ നേരെ നോക്കുന്നു. സ്റ്റാൻലിയെ നോക്കുന്നു. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? ബബിത ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. വയ്യ, ഇവിടെ ഇരിക്കാൻ വയ്യ. വൈജയന്തി എഴുന്നേറ്റു. ബബിതേ, നീ വരുന്നുണ്ടോ ഇല്ലയോ? അമ്മ എന്താ ഇങ്ങനെ? എന്തു പറ്റി? ഞാൻ അലീന ചേച്ചിയോട് ചോദിക്കട്ടെ, ബബിത അമ്പരപ്പ് പ്രകടിപ്പിച്ചു. ജയന്തി ഇരിക്ക്, ശിവശങ്കരനും പറഞ്ഞു. സോഫയിൽ നിറയെ സൂചിമുനകൾ. വൈജയന്തി അവയ്ക്കു മീതെ ഇരുന്നു. ബബിത ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും സ്റ്റാൻലി ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകണം ബബിത തന്റെ മകളാണെന്ന്. അത്രയ്ക്ക് രൂപസാദൃശ്യം. തന്റെ മകൾ തന്നെപ്പോലെ ആയിരിക്കണമെന്ന് താൻ പോലും ആഗ്രഹിച്ചിട്ടില്ല. അത് ആഗ്രഹിച്ചത് ഒരേ ഒരാൾ മാത്രമാണ്, സ്റ്റാൻലി. സ്റ്റാൻലിക്ക് പെൺകുഞ്ഞുണ്ടാവാനായിരുന്നു ആഗ്രഹം. തനിക്കാണെങ്കിൽ സ്റ്റാൻലിയെ പോലെ ഒരാൺകുട്ടി മതിയായിരുന്നു. ഒരു കൊച്ചു സ്റ്റാൻലി. 6 കാലടി പൊക്കക്കാരനെ ഇത്തിരി പോന്ന ഒരു കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടുക, അവനെ ലാളിക്കുക, കൊഞ്ചിക്കുക, ചുമലിലിട്ട് നടക്കുക, ഉള്ളം കയ്യിൽ വെച്ച് വളർത്തുക. അതൊരു മായിക സ്വപ്നമായിരുന്നു. ഇത് പെൺകുരുന്ന് തന്നെ. ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു പെണ്ണാണെന്ന്. സ്റ്റാൻലി തർക്കിക്കുന്നു. അമ്മ എങ്ങനെ അറിഞ്ഞു? അമ്മച്ചിയുടെ മോൻ അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ കൂടെയാണെന്നോ അവൾ ഗർഭിണിയാണെന്നോ അമ്മച്ചിക്ക് അറിയില്ലല്ലോ. താനും വിട്ടുകൊടുക്കുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫിന്റെ കാര്യമാണെന്നാ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞത്. എന്നാലും അമ്മച്ചിക്ക് എങ്ങനെ പറയാൻ പറ്റും പെൺകുഞ്ഞാണെന്ന്?
ലക്ഷണം കേട്ട് പറഞ്ഞതാണ്. വയറ് വലുതാനോടാ ലാലിച്ചാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്നാ നിന്റെ കൂട്ടുകാരോട് പറ പെണ്ണാണെന്ന്. ആൺകുട്ടിയായിരുന്നോ അതോ പെൺകുട്ടിയായിരുന്നോ അതുപോലും താൻ ആരോടും ചോദിച്ചിട്ടില്ല. മരിച്ചാണ് ജനിച്ചത് എന്നറിഞ്ഞപ്പോഴുണ്ടായ ഷോക്ക് അത്ര കനത്തതായിരുന്നു. പെൺകുഞ്ഞുണ്ടാകാൻ വേണ്ടി കൊതിച്ചയാൾ എവിടെയോ പോയി ഒളിച്ചു. ചോദിക്കേണ്ടതാണ് ഇവരുടെ മുന്നിൽ വെച്ച്, ഇവരെ പോലെ അനേകാര്യങ്ങളുടെ മുന്നിൽ വെച്ച്. നിങ്ങളെ മാത്രം വിശ്വസിച്ച് ജോലി പോലും രാജിവെച്ച് നിങ്ങളോടൊപ്പം ഇറങ്ങി വന്ന് ജീവിതം തുടങ്ങിവെച്ച വൈജയന്തി എന്ന പെണ്ണിനെ ഓർമ്മയുണ്ടോ? 8 മാസം ഗർഭിണിയായിരുന്ന അവളെ അറിയാത്തൊരു സ്ഥലത്ത് ഒരു വാടക വീട്ടിൽ വേലക്കാരി പെണ്ണിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ട് കളഞ്ഞ് നിങ്ങൾ എവിടെയായിരുന്നു 24 വർഷം? അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അവൾക്കും അവൾ പ്രസവിച്ച കുഞ്ഞിനും എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞോ? ഇനിയുമുണ്ട് 1000 ചോദ്യങ്ങൾ. വൈജയന്തി സോഫയിലിരുന്ന് ചെറുതായി കിതച്ചു. ധർമ്മരോഷത്തിന്റെ പ്രക്ഷുബ്ധ സമുദ്രം അവളുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ അലയടിച്ചൊടുങ്ങി. വേണ്ട, ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചെടുത്ത് തരാൻ കഴിയില്ല. പകരം കുറച്ച് നഷ്ടം കൂടി വരുത്തി വയ്ക്കാനേ സാധിക്കൂ. ഈ ചോദ്യങ്ങൾ തന്റെ ജന്മത്തോടൊപ്പം മനസ്സിലിരുന്ന് നീറി ദഹിച്ചു പോകട്ടെ. രേവതിക്കുട്ടി ട്രേയിൽ ചായയും കാപ്പിയും കൊണ്ടുവന്ന് ശിവശങ്കരനും വൈജയന്തിക്കും കൊടുത്തു. ഇവിടാണോടി ചായ കൊടുക്കുന്നേ? ആ ഡൈനിങ് ടേബിളിലേക്ക് വയ്ക്ക്. സ്നാക്സ് എന്തെങ്കിലും കൂടി എടുത്തു വയ്ക്ക്. ഇതൊക്കെ പ്രത്യേകം പറയണോ? ഗ്രേസമ്മ രേവതിക്കുട്ടിയെ ശാസിച്ചു. ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ കോഫി തന്നെ അധികം, ശിവശങ്കരൻ പറഞ്ഞു. വൈജയന്തി ചായ ഒരു കവിള് കുടിച്ചിട്ട് കപ്പ് ടീപ്പോയി മേൽ വച്ചു. നീ എന്താ ഇങ്ങനെ മരം പോലെ നിൽക്കണേ? വൈജയന്തി ബബിതയോട് ചോദിച്ചു. ഞാൻ ഇപ്പൊ തന്നെ അലീന ചേച്ചി വിളിച്ച് ചോദിക്കാമേ. ബബിത ഫോൺ എടുത്ത് രേവതിക്കുട്ടിയുടെ മുറിയിലേക്ക് പോയി. അപ്പോൾ തന്നെ അവൾ അലീനയെ വിളിച്ച് ആവേശത്തോടെ പറഞ്ഞു, ചേച്ചി, അമ്മയും മംഗളും വന്നിട്ടുണ്ട്. ആ, ഇവിടെ മാമച്ചനങ്ങളുടെ വീട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. നേരാനോടി? പപ്പയില്ലേ അവിടെ? ഉണ്ടെന്നേ. അമ്മ പപ്പയെ കണ്ടതോടെ ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുക. ബബിത ആദ്യം മുതൽ വള്ളിപുള്ളി വിടാതെ എല്ലാം വിസ്തരിച്ചു. ഷോ, ഞാനും കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അലീനയുടെ സ്വരത്തിലെ ഇച്ഛാഭംഗം ബബിതയ്ക്ക് മനസ്സിലായി. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് രണ്ടുപേരെയും ഒന്നിച്ച് കാണാമായിരുന്നല്ലോ. ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയോ? രണ്ടുപേരുടെയും നടുക്ക് നിന്ന് ഒരു ഫോട്ടോ എടുക്കാമായിരുന്നല്ലോ. തോന്നുന്നുണ്ടോ? എന്റെ അലീന ചേച്ചി, ഒന്നും നടക്കില്ല. ഒരാൾ ബാൽക്കണിയിലാ, മറ്റേയാൾ താഴെയും. തമ്മിൽ കണ്ടെന്ന് പറയാം, അത്രയുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് പപ്പയെ വിളിച്ച് താഴെ കൊണ്ടുപോയി ഒന്നും അറിയാത്ത പോലെ അമ്മയ്ക്കും മംഗളിനും പരിചയപ്പെടുത്തിക്കൂടെ? അയ്യോ, ഞാനോ? എനിക്ക് പേടിയാ പപ്പയുടെ അടുത്ത് പറയാൻ. പപ്പയ്ക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. ഞാൻ കണ്ടതാ ആ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അടുത്ത്. ഞാൻ മാത്രമല്ല, അങ്ങേരും കൂടി നടുങ്ങിപ്പോയി. എന്റെ ഈശ്വര, അതൊക്കെ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പപ്പയുടെ അടുത്ത് അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാനേ പോവത്തില്ലായിരുന്നു. എന്താ ശൗര്യം! പപ്പയ്ക്ക് ഈ പോലീസിനൊന്നും ഒരു പേടിയുമില്ല. പപ്പ എന്തിനാ പേടിക്കുന്നേ? പപ്പ കുറ്റവാളിയല്ലല്ലോ. മാത്രമല്ല, ലഫ്റ്റനന്റ് കേണെന്നൊക്കെ പറഞ്ഞ ഏതാണ്ടൊരു DIG റാങ്കിനൊപ്പം വരുമെന്ന് പപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനി പപ്പയുടെ അടുത്ത് കളിതമാശക്കൊന്നും ഞാനില്ല. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാതിരുന്നത് എന്റെ ഭാഗ്യം. അത് ഭാഗ്യമൊന്നുമല്ല, വൈജയന്തി ഓർത്തിട്ട് പപ്പ അനുവദിച്ചു തന്ന സ്പെഷ്യൽ ബോണസാ. അതൊന്നുമല്ല ചേച്ചി ഇപ്പൊ എന്റെ വിഷയം. ഞാനിപ്പോ അവരുടെ കൂടെ പോണമോ വേണ്ടയോ? പോവണ്ടെന്ന് അലിനി ചേച്ചി പറഞ്ഞ ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് അമ്മയോടും മകളിനോടും പറയാലോ അലിനി ചേച്ചി സമ്മതിക്കത്തില്ലെന്ന്. നീ അവരുടെ കൂടെ പോകണം മോളെ. ഏ, ഞാൻ അത്രയ്ക്ക് ഭാരമായോ ചേച്ചി? ഭാരമായിട്ടൊന്നല്ല. എനിക്കറിയാം, എന്നെ ചുമന്ന് മടുത്തു കാണും. എങ്ങനെയാ ഒഴിവാക്കുന്നെന്ന് ആലോചിച്ച് തല പുണ്ണാക്കുമ്പോഴാ അമ്മയുടെയും മകളിന്റെയും വരവ്. അതല്ലേ ചേച്ചി സത്യം? പിന്നെ നിന്നെ ഒഴിവാക്കിയിട്ട് വേണമല്ലോ എനിക്ക് ബിരിയാണി കട്ട് തിന്നാൻ. സത്യം പറഞ്ഞ നീ എന്നെ അല്ലടി ചുമന്നുകൊണ്ട് നടന്നത്. എനിക്ക് വേണ്ടി നീ എന്തെല്ലാം ചെയ്തു. യാതൊരു കടപ്പാടും ഇല്ലാഞ്ഞിട്ടും നീ എന്റെ പപ്പയുടെ കുടുംബത്തിനു വേണ്ടി ദാസിയെ പോലെ പണിയെടുത്തില്ലേ? ചേച്ചി ചുമ്മാ പറയുക. എന്നെ സോപ്പിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയല്ലേ? അല്ല മോളൂ, നിന്നെ എനിക്ക് അനുജത്തായി കിട്ടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ദിവസങ്ങളായിരുന്നു അതെല്ലാം. ചേച്ചി, ഞാൻ പോവത്തില്ല. എന്നോട് പോവാൻ പറയല്ലേ, ബബിത കെഞ്ചി. കുറച്ചു ദിവസത്തേക്ക്. അപ്പോഴേക്കും ഞാൻ എന്റെ ജോലി ഒതുക്കും. ചേച്ചിയോട് ചോദിക്കാൻ പോയത് എന്റെ മണ്ടത്തരം. ഞാൻ ഓർത്തില്ല കേട്ടോ ചേച്ചി എന്നോട് പോയിക്കോളാൻ പറയുമെന്ന്. ബബിതയുടെ സ്വരത്തിൽ സങ്കടം കലർന്നു. മോളെ, അമ്മയല്ലേ വന്ന് വിളിച്ചത്. പോകാതിരുന്നാൽ അനുസരണക്കേടല്ലേ? അമ്മയ്ക്കത് ക്ഷീണമല്ലേ? എവിടെയെല്ലാം അമ്മ തോറ്റു. വല്ലപ്പോഴും അമ്മയ്ക്കൊന്ന് ജയിക്കണ്ടേ? ഇത്തവണ മോള് തോറ്റു കൊടുക്കണം. ഒരാഴ്ചക്കകം ഞാൻ അമ്മയുടെ അടുത്ത് വന്നോളാമെന്ന് പറഞ്ഞാ പോരെ? എനിക്ക് അവിടെ വന്ന് അലിനി ചേച്ചിയെ കാണണം. എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ.
മാത്രമല്ല എന്റെ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? അത് ഞാൻ ബൈജുവിന്റെ കയ്യിൽ കൊടുത്തയച്ചോളാം. വേണ്ട, ബബിത പിണങ്ങിക്കഴിഞ്ഞു. മോളെ, അലീന വാത്സല്യത്തിൽ വിളിച്ചു. വേണ്ട, നീ വേണം അമ്മയെ ഒന്ന് മയപ്പെടുത്താൻ. ഇപ്പോ നിനക്കതിന് കഴിയും. നിനക്കതിനുള്ള ക്ഷമയും പാകതയും ബുദ്ധിയും എല്ലാം വേണ്ടുവോളമുണ്ട്. ചേച്ചി, അമ്മ ഇപ്പോ എന്നെ വിളിച്ചോണ്ട് പോണത് എന്തിനാണെന്ന് എനിക്കറിയാം. അമ്മയുടെ രഹസ്യങ്ങളൊന്നും പപ്പയിൽ നിന്ന് ഞാൻ അറിയാൻ ഇടയാകരുത്. ആയിക്കോട്ടെ, പക്ഷേ നിനക്ക് അമ്മയുടെ മനസ്സിലെ മഞ്ഞുരുക്കാൻ പറ്റും. ഞാൻ പോയ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യവും തുറന്നു പറയും. അങ്ങനൊന്നും നീ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ബബിത മിണ്ടാതെ നിന്നു. മോളു, പോകാൻ പറ്റില്ലേ? ഒരു ഉമ്മ തരട്ടെ? ഉമ്മ. ബബിതയ്ക്ക് അതിലലിഞ്ഞു ചേർന്നിരിക്കുന്ന വാത്സല്യം കിട്ടിക്കഴിഞ്ഞു. താങ്ക് യു. ഞാൻ പപ്പയെ ഒന്ന് വിളിക്കട്ടെ? സ്റ്റാൻലി ബാൽക്കണിക്ക് വെളിയിൽ ടെറസിലൂടെ കൈകൾ പിന്നിൽ കെട്ടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് അലീനയുടെ കോൾ. പപ്പ, ബബിത ഇപ്പോൾ വിളിച്ചിരുന്നു. അവൾ എല്ലാം പറഞ്ഞു. പപ്പ താഴേക്കൊന്ന് ഇറങ്ങി ചെല്ലുമോ? എന്തിന്? നിങ്ങൾ തമ്മിലൊന്ന് കാണണം. അമ്മയുടെ അടുത്ത് എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കണം. അമ്മയുടെ മനസ്സൊന്ന് അലിയട്ടെ, പപ്പയുടേതും. അതുകൊണ്ട് എന്താ ഗുണം? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. ഒന്നും തിരിച്ചെടുക്കാനോ തിരുത്താനോ പറ്റില്ല. ഒന്നുമില്ലെങ്കിലും സ്നേഹത്തോടെ രണ്ടു വാക്ക് ഒന്നും തിരികെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പപ്പയൊന്ന് സംസാരിക്ക്. പപ്പയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കും. കൊടുങ്കാറ്റടങ്ങുന്നത് പോലെ മനസ്സ് ശാന്തമാവുന്നത്. നിനക്കവിടെ വേറെ പണിയൊന്നുമില്ലേ? സ്റ്റാൻലി ചുണ്ടിയെടുത്തു. പപ്പ പ്ലീസ്, എന്നെ പ്രസവിച്ച അമ്മയല്ലേ അത്? പപ്പയുടെ മോളല്ലേ ഞാൻ? നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പം ഞാനാണ് നിങ്ങൾക്കിടയിലുള്ളത്. ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ പപ്പ. സ്റ്റാലിൻ നിഷേധാർത്ഥത്തിൽ തലവെട്ടിച്ചുവെങ്കിലും മിണ്ടാതെ നിന്നു. പപ്പ, എനിക്ക് വേണ്ടി. പപ്പ ഒന്നും മിണ്ടണ്ട. വെറുതെ ഇറങ്ങി ചെന്നാൽ മാത്രം മതി. അലീന കെഞ്ചി. നീ ഫോൺ വയ്ക്ക്. സ്റ്റാൻലി കോൾ കട്ട് ചെയ്തു. എന്നിട്ട് പിന്തിരിഞ്ഞപ്പോൾ വാതിലിനപ്പുറത്ത് ബബിത. പപ്പ, ഞാൻ അമ്മയുടെ കൂടെ പൊയ്ക്കോട്ടെ? അതെന്താ ഇത്ര പെട്ടെന്ന്? എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതല്ലേ? അലീനോട് ചോദിച്ചോ? ചേച്ചി പറഞ്ഞു അമ്മയെ അനുസരിക്കണമെന്ന്. ഓ, അത് ശരി. അപ്പോ കുളത്തൂപ്പുഴയ്ക്ക് ഇനി വരുന്നില്ല? വരും. അലീന ചേച്ചിയെ പോലെ തന്നെയാ ഞാനും. എനിക്കും അച്ഛനുമുണ്ട് പപ്പയുമുണ്ട്. ബബിതയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സ്റ്റാൻലിക്ക് വല്ലായ്മയായി. തനിക്ക് പിറക്കാൻ ആഗ്രഹിച്ച മകളെന്ന് അവളോട് പറഞ്ഞത് വെറുതെയല്ല. താനൊരിക്കൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അമ്മയെപ്പോലെ തന്നെ സുന്ദരിയായ ഒരു മകൾ ജനിക്കാൻ. ബബിതയെ ആദ്യം കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. അമ്മയെപ്പോലെ തന്നെ. പക്ഷേ അച്ഛൻ താനല്ലെന്നൊരു നിരാശ ബാക്കിയായി. ഇപ്പോൾ അതും മറഞ്ഞു. സ്വന്തം അച്ഛനെപ്പോലെ തന്നെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ പെൺകിടാവിന് മുമ്പിൽ ജന്മബന്ധമെന്ന സ്വാർത്ഥതയ്ക്ക് എന്തർത്ഥം? പപ്പ, പപ്പ എന്നെ നല്ലപോലെ നോക്കി. ഇങ്ങനെയൊരു കേസ് വന്നപ്പോഴാ എനിക്കത് ശരിക്കും മനസ്സിലായത്. താങ്ക് യു പപ്പ. നീ കണ്ണു തുടയ്ക്ക്, സ്റ്റാൻലി പറഞ്ഞു. ബബിത കണ്ണുനീരൊപ്പി. പോയിട്ട് വാ. ഇനി ഞാനോ അലീനയോ ക്ഷണിക്കണ്ടല്ലോ. നിന്റെയും കൂടി വീടല്ലേ. ഞാൻ വരും പപ്പ. ഇനി ആരും ക്ഷണിക്കാതെ ഞാൻ വരും. പപ്പ താഴേക്ക് വരുന്നുണ്ടോ? ബബിത ചോദിച്ചു. സ്റ്റാൻലി 2 നിമിഷം ആലോചിച്ച് നിന്നു. എന്നിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ബബിത വരാൻ കാത്തിരിക്കുകയായിരുന്നു വൈജയന്തി. സ്റ്റാൻലിയാണ് ആദ്യം സ്റ്റെയർ കേസ് ഇറങ്ങിയത്. തൊട്ടു പിന്നാലെ ബബിതയും സ്റ്റെപ്പുകൾ ഇറങ്ങി. സ്റ്റാൻലി രംഗത്തേക്ക് വരുമെന്നൊരു ധാരണ ഇല്ലാതിരുന്നതിനാൽ മാമച്ചൻ അല്പം പതറി. എങ്കിലും അയാൾ അത് സമർത്ഥമായി മറച്ചു. വൈജയന്തി ശിവശങ്കരന്റെ നേർക്ക് അല്പം തിരിഞ്ഞിരുന്നു. സ്റ്റാൻലിയെ അബദ്ധത്തിൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരരുത്. സ്റ്റാൻലി താഴെയെത്തി. ബബിതയും. അമ്മേ, ബബിത വിളിച്ചു. വൈജയന്തിക്ക് മുഖം തിരിച്ചു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അലീന ചേച്ചിയോട് ചോദിച്ചു. അമ്മയുടെ കൂടെ പോയിക്കോളാൻ ചേച്ചി സമ്മതിച്ചു. വേഗം റെഡിയായിട്ട് കാറിലോട്ട് വന്നേക്ക്. വൈജയന്തി എഴുന്നേറ്റു. ഇറങ്ങിപ്പോയി കാറിലിരിക്കാനായിരുന്നു ഉദ്ദേശം. അങ്കിൾ, ബബിത വിളിച്ചു. എന്നിട്ട് സ്റ്റാൻലിയുടെ നേർക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു. ഇത് സ്റ്റാൻലി പപ്പ. ഇദ്ദേഹത്തെയാണ് ഹോട്ടലിൽ വെച്ച് എന്റെ അമ്മ കണ്ടത്. ശിവശങ്കരൻ ഉൾക്കിടലത്തോടെ സ്റ്റാൻലിയെ നോക്കി. സ്റ്റാൻലി ജോസഫ്. 23 വർഷം മുൻപ് കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിൽ നിന്ന് വൈജയന്തിയെ കാണണമെന്നാവശ്യപ്പെട്ട ചെറുപ്പക്കാരന്റെ മുഖവും ഈ മുഖവും തമ്മിൽ എന്തുമാത്രം അന്തരം! അന്നു വൈജയന്തി ഗംഗേട്ടനോടൊപ്പം ഡൽഹിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നുവെന്ന് ശിവശങ്കരൻ ഓർത്തു. നിനക്ക് തരാൻ കൈതക്കൽ മാളിക വീട്ടിൽ പെണ്ണില്ല. ഇനി 7 തലമുറ കഴിയണം അങ്ങനെയൊരു ജന്മം വരാൻ. അവഹേളിച്ചാണ് തിരിച്ചയച്ചത്. ഇന്ന് അതേ സ്റ്റാൻലി ജോസഫ് തന്റെ മുൻപിൽ, വൈജയന്തിയുടെ മുൻപിൽ. രംഗം വഷളായേക്കുമോ എന്ന് ശിവശങ്കരൻ ഭയപ്പെട്ടു. സ്റ്റാൻലി ശിവശങ്കരന്റെ അടുത്തേക്ക് ചെന്നു.
ഐ ആം സ്റ്റാൻലി ജോസഫ്. പുനലൂരിൽ കൊട്ടാരമഠത്തിൽ എന്ന് പറയും വീട്ടുപേര്. സ്റ്റാൻലി പറഞ്ഞു. ഞാൻ ഞാൻ ശിവശങ്കര മേനോൻ. അയാൾ വിക്കി. പാലായിലാണ് വീടല്ലേ? അതെ, പാലായിൽ ഞാൻ വന്നിട്ടുണ്ട്. 23 വർഷം മുമ്പ് ഒരു കല്യാണാലോചനയ്ക്ക് വന്നതാണ്. അത് നടന്നില്ല, സ്റ്റാൻലി പറഞ്ഞു. ശിവശങ്കരൻ വീർപ്പടക്കി. മിസ്റ്റർ സ്റ്റാൻലി എന്തു ചെയ്യുന്നു? അയാൾ വിഷയം മാറ്റാനായി ചോദിച്ചു. ഞാൻ ആർമിയിലായിരുന്നു. ഇപ്പോൾ കുറച്ച് കൃഷിയൊക്കെയായിട്ട് വീട്ടിൽ തന്നെയാണ്. മിസ്റ്റർ മേനോനോ? ഞാനും വീട്ടിൽ തന്നെ. മുമ്പ് ഗൾഫിലായിരുന്നു. ഭാര്യയായിരിക്കും അല്ലേ? വൈജയന്തിയുടെ നേർക്ക് ഒന്ന് നോക്കിയിട്ട് സ്റ്റാൻലി ശിവശങ്കരനോട് ചോദിച്ചു. അല്ല, എന്റെ സഹോദരിയാണ്. പപ്പ, അതെന്റെ അമ്മയാ, ബബിത പറഞ്ഞു. ഓ, ഐ സി. എന്നിട്ടെന്താ നീ പരിചയപ്പെടുത്താത്തത്? ഞാനോർത്തു പപ്പയ്ക്ക് മനസ്സിലായി കാണുമെന്ന്, ബബിത ഒരു ഗൂഢസ്മിതത്തോടെ പറഞ്ഞു. ഒരു പേരെന്നോട് പറഞ്ഞിരുന്നല്ലോ. മോളെ, ഞാനത് മറന്നുപോയി. സ്റ്റാൻലി നെറ്റി ചുളിച്ച് ഓർക്കാൻ ശ്രമിച്ചു. വൈജയന്തി, ബബിത പറഞ്ഞു. ഓ, അത് തന്നെ. സ്റ്റാൻലി വൈജയന്തിയുടെ നേർക്ക് നാടകീയമായി തിരിഞ്ഞു. മിസ്സിസ് വൈജയന്തി എന്തു ചെയ്യുന്നു? ഞാനൊരു കോളേജ് അധ്യാപികയാണ്. മുഖത്ത് നോക്കാതെ ശ്വാസം പിടിച്ച് വൈജയന്തി പറഞ്ഞു. വെരി ഗുഡ്. ടീച്ചിങ് ആയിരുന്നോ ബബിതയുടെ മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ? അതെ. വെൽ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബിസിനസ്. ഗുഡ്. എത്ര കുട്ടികളുണ്ട്? 3 പേർ. എനിക്ക് 3 അല്ല, 4 മക്കളുണ്ട്. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ബബിത പറഞ്ഞ് കുറേയൊക്കെ അറിയാം. അവൾ നല്ല കുട്ടിയാണ്. ഇങ്ങനെയൊരു മകൾക്ക് വേണ്ടിയാണ് അച്ഛനമ്മമാർ കൊതിക്കുന്നത്, സ്റ്റാൻലി പറഞ്ഞു നിർത്തി. ബബിത ആശ്ചര്യസ്തബ്ധയായി നിന്നു. മാമച്ചനും ഗ്രേസമ്മയും അലസമായി അങ്ങിങ്ങ് നോക്കി. തങ്ങളുടെ നോട്ടം വാളിപ്പോയാൽ ഇപ്പോൾ സംസാരിക്കപ്പെട്ട വാക്കുകളുടെ അർത്ഥം മാറുമെന്ന് അവർക്കറിയാമായിരുന്നു. മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണല്ലേ? ശരി, നടക്കട്ടെ. സ്റ്റാൻലി പിന്നെ നിന്നില്ല. ഒരു സൈനികന്റെ ചടുലമായ ചുവടുവയ്പ്പുകളോടെ അയാൾ കോണിപ്പടി കയറാൻ തുടങ്ങി. വൈജയന്തിക്ക് ശ്വാസം വീണ്ടു കിട്ടി. ശിവശങ്കരൻ ആശ്വാസത്തോടെ നെടുവീർപ്പയച്ചു. കൂടുതൽ സംസാരമൊന്നും ഉണ്ടായില്ല. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ബബിത രേവതിക്കുട്ടിയുടെ മുറിയിലേക്ക് ഓടി. അവിടെ എത്തിയതും അവൾ വാതിലടച്ച് അലീനയെ വിളിച്ചു. ചേച്ചി, ആ കൂടിക്കാഴ്ച ഗംഭീരമായിട്ട് നടന്നു. അവൾ അത് വിവരിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് കൂട്ടിച്ചേർത്തു. ഇക്കൊല്ലത്തെ ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ പപ്പയ്ക്ക് തന്നെ. മികച്ച നടി അമ്മ. മറുവശത്ത് നിന്ന് ശബ്ദമില്ല. അലീന ചേച്ചി ആ രംഗം മനസ്സിൽ കാണുകയായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. എന്താ ചേച്ചി മിണ്ടാത്തെ? ഞാനും കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി മോളെ. ഞാൻ പിന്നെ വിളിക്കാമേ. ഉടനെ പോണം ചേച്ചി. എന്നാ ശരി. ബബിത ഡ്രസ്സ് മാറി താഴെ എത്തുമ്പോഴേക്കും ശിവശങ്കരനും വൈജയന്തിയും കാറിൽ കയറി കഴിഞ്ഞിരുന്നു. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ചിന്നുമോളും അവരെ യാത്ര അയക്കാനായി കാറിനരികിൽ വന്ന് നിൽപ്പുണ്ട്. ബബിത എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. കാർ നീങ്ങുമ്പോൾ വൈജയന്തി ഒരു കാഴ്ച കണ്ടു. ടെറസിൽ സന്ധ്യാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കി നിൽക്കുന്ന സ്റ്റാൻലി. വൈജയന്തി അബദ്ധം പിണിഞ്ഞ പോലെ നോട്ടം മാറ്റി കാറിന്റെ ചില്ലുയർത്തി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.